നടി ശ്വേത മേനോനെതിരെ കേസ് വന്ന സംഭവങ്ങൾ അറിയില്ലേ? അറിയില്ലേ? ഇപ്പോൾ അതിലൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്, ശ്വേത മേനോനെതിരെ കൊടുത്ത കേസ് FIR ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഈ കേസ് കൊടുത്തവനാണ് ഇതിൽ ഏറ്റവും ലോക കോമഡിയും തോന്നി, മാർട്ടിൻ മേനാച്ചേരി. അതാണ് ഇതിൻ്റെ പേരിട്ട. ഈ പരാതിക്കാരനിപ്പോൾ നോട്ടീസ് പോയിട്ടുമുണ്ട്. ഇവൻ കൊടുത്ത കേസിൽ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ശ്വേതാ മേനോൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഐറ്റംസാണ് ഈ മോഹൻ കേസിനകത്ത് പറഞ്ഞ് വെച്ചിട്ടുള്ളത്. അയാളെ പരാതി വായിക്കാൻ 18 വയസ്സിന് മുകളിൽ താഴെ കുട്ടികൾക്ക് പറ്റൂല. കോടതിയിൽ ഇയാൾ കൊടുത്ത ലിങ്ക് തുറന്നു നോക്കാൻ പറ്റും. അതെ, അതും കോടതി ഇന്ത്യയിൽ വെച്ച് തുറക്കാൻ പറ്റാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കോടതിയിൽ എനിക്കറിയില്ല ഈ കേസിൽ കോടതി ഇയാളെ എന്ത് ചെയ്ത് തൂക്കിക്കൊല്ലാൻ വിധിക്കും ചിലപ്പോൾ വരാം. അമ്മാതിരി പണി അവൻ കാണിച്ചിട്ടുള്ളത്. ഇവൻ ശ്വേതാമേനെതിരെ കൊടുത്ത പരാതിയുടെ ഒരു കോപ്പി ഞാനിവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. നിങ്ങൾ സമയം പോലെ ഇരുന്ന് വായിച്ചോ, ആ സ്ക്രീൻഷോട്ട് ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. ഓക്കെ, അപ്പം കേസ് വന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ ഞാനത് പ്രത്യേകമല്ലേ ന്യൂസ് ആയിട്ട് എടുത്ത് കാണിക്കുന്നില്ല. അതിന് പകരം ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറഞ്ഞ ഒരുത്തൻ 24 ന്യൂസിൽ ഇന്നലെ ഹാഷ്മീൻ്റെ നിന്ന് വന്ന് ഊക്ക് മേടിച്ചിട്ട് പോയ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. മാർട്ടിൻ, അത് താങ്കൾ പരാതിയിൽ പറയുന്നത് എന്താണ്? രതിനിർവേദം, പാലേരി മാണിക്യം സിനിമ, പ്രതിയുടെ പരസ്യം ചിത്രീകരിച്ച കളിമണ്ണ് തുടങ്ങിയ സിനിമകളിലെ ഈ വൾഗറായ വീഡിയോകൾ ഉപയോഗിച്ച് അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന രീതിയിൽ എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ സിനിമകളാണ്, ഇത് അവരുടെ സിനിമകളാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ സിനിമകളാണ്. അത് താങ്കൾ ഈ പറയുന്നത് പോലെ അശ്ലീല വെബ്സൈറ്റ് ഗണത്തിൽ പെടുന്ന സിനിമകളെ അല്ല, അത് രാജ്യത്തിന് നിയമവ്യവസ്ഥയ്ക്ക് ആധാരമായി പുറത്തിറക്കിയ സിനിമകളാണ്. ആ സിനിമകൾക്ക് ഇറങ്ങി ഇത്ര നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ താങ്കൾ ഇത് ഏതോ വെബ്സൈറ്റിലൊക്കെ ഉണ്ടെന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് ശ്രീ മാർട്ടിൻ? താങ്കളുടെ ലക്ഷ്യം എന്താണ്? അതായത് ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടൊരു കാര്യമുണ്ട്. അതായത് ഈ പാലേരി മാണിക്യം അല്ലെ കളിമണ്ണ് അതുപോലുള്ള സിനിമകൾ അത് സെൻസർ ബോർഡ് അംഗീകരിച്ച് പബ്ലിഷ് ചെയ്തിരിക്കുന്ന സിനിമകളാണ്. ആ സിനിമകളിലെ കണ്ട ചില കണ്ടന്റുകളാണ് പോൺ സൈറ്റുകളിലേക്ക് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അതായത് 1999 ഇവർ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രത്തിന് ഇവരൊരു ഇൻ്റർവ്യൂ, അന്ന് ഈ ശ്വേതാ മേനോൻ അത്ര പ്രസക്തിയായിട്ടുള്ള ആളൊന്നുമല്ല, പ്രശസ്തിയൊന്നും നേടാത്ത ഒരാളാണ്. അന്ന് ആ ഒരു പത്രത്തിന് കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖത്തിൽ ഞാൻ വളരെ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു വുമണാണെന്നും പൈസ കിട്ടിക്കഴിഞ്ഞാൽ സെക്സിന് വേണ്ടി ഏത് വീഡിയോസും ഞാൻ ചെയ്യുമെന്നും എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ട്. രണ്ടാമത് ഇവര് ഈ കോണ്ടം മറ്റേ കാമസൂത്ര അഭിനയിച്ച ഒരു വീഡിയോ, അത് ഏകദേശം 30 കോടിയിലോളം ആളുകൾ കണ്ടിട്ടുണ്ടെന്നും എൻ്റെ ഈ വീഡിയോ പോൺ സൈറ്റ് ഗർഭനിരോധന ഉറയുടെ പരസ്യത്തിൽ അഭിനയിച്ചുകൂടാന്ന് രാജ്യത്ത് നിയമമില്ല. ആ പരസ്യങ്ങൾക്കും നിയമവിധേയമായി മാത്രമേ പരസ്യങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. പരസ്യത്തിൽ അവർ അഭിനയിച്ചു. അതൊക്കെ താങ്കൾക്ക് ഇപ്പോൾ സെക്സാൻ തോന്നുന്ന കാര്യം എന്താണ്? മാറ്റം താങ്കളുടെ പ്രശ്നം എന്താണ്? ഇവന്റെ പ്രശ്നം എന്താന്നുള്ളത് ഓന് മനസ്സിലാവാത്തോണ്ടാണല്ലോ ഈ കണ്ട എല്ലാ വിഷയത്തിലും അല്ലേ. ശരിക്കും ഈ കേസായിട്ട് കോടതിയിലല്ല പോകേണ്ടത്, ഈ കേസായിട്ട് അതൊരു ഡോക്ടറെ കാണിക്കണം നന്നാവുക. അങ്ങനെ പറയരുത്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പോൾ അതിന് കാശ് മുടക്കാനും അതിന്റെ പിന്നാലെ പോകാനും ഇവിടുത്തെ സിസ്റ്റം തന്നെ വേണ്ടേ? അല്ല, ഇയാൾ ഈ സൈറ്റ് തപ്പിത്തറിഞ്ഞ് സൈറ്റ് കാണാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, സൈറ്റിന് കഴിയുന്ന ഈ ഒരു ടൈമിന് കുറച്ച് നേരം ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ പ്രശ്നം മാറി കിട്ടും. ഞാൻ എന്താ പറയുക, ഇന്നലെ വിചാരിച്ചു ഇതിനെന്തിന് ഇത്ര ന്യൂസ് വാല്യൂ കൊടുത്തത് എന്നുണ്ടെങ്കിൽ AMMA അസോസിയേഷനിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവൻ കൊടുത്ത കേസും ഇവനെ കൊണ്ട് ആരെങ്കിലും കേസ് കൊടുപ്പിച്ചതാണോ, ഇതിന്റെ ബാക്കിൽ ഒരു ബെൽറ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ന്യൂസ് ചാനലുകളൊക്കെ ഇത് എടുത്തത്. പക്ഷെ ഇവന്റെ ഒരു ഹിസ്റ്ററി അങ്ങനെയാണ് ഇവര് നോക്കിയത്. പക്ഷെ ഇവന്റെ ഹിസ്റ്ററി, മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരുത്തന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഇവൻ ഇതിനു മുമ്പ് സ്ത്രീകളുടെ, പുരുഷന്മാരില്ല സ്ത്രീകൾക്കെതിരെ കുറെ കേസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, റീമ കല്ലിങ്കൽക്ക് എതിരെ കൊടുത്തിട്ടുണ്ട്. ഇവൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലും ഇവൻ വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ പ്രമുഖം എന്ന് പറയുന്ന ചാനലുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന അതിന്റെ റിപ്പോർട്ടറാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ തള്ളുവീരനാണ് ഇവൻ. ഇവൻ അങ്ങനത്തെ പരിപാടിയൊക്കെ ഇവൻ കാട്ടി വെച്ചിട്ടുണ്ട്. കൂട്ടത്തില് ഇവൻ എടുത്തോണ്ട് ഈ പോയിന്റ് നോക്കിങ്ങൾ 1999 കോഴിക്കോട് നിന്ന് ഇറങ്ങി ഏതോ പത്രത്തിനകത്ത്. പണ്ടുള്ള പത്രങ്ങളിലൊക്കെ എന്താണ് ശരിക്കും ന്യൂസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, അന്ന് മഞ്ഞൾ അടിച്ചിറക്കാണ് കഥകള്. പത്രം ചോദിച്ചാലോ അറിയണ്ടാവുക, ഫയറിലൊക്കെ ഉണ്ടേ എന്നൊക്കെ പറയും ചിലപ്പോ. അല്ല, ഫയറൊക്കെ പിന്നെ റെപ്യൂട്ടഡ് ആയിരുന്നു, മനസ്സിലായോ? അത് ഗുണ്ടായിരുന്നെങ്കിലും ഫയറൊക്കെ പിന്നെ ആളുകൾക്ക് അറിയുന്ന റെപ്യൂട്ടഡ് സാധനമായിരുന്നു. റെപ്യൂട്ടഡ് ഇൻ ദ സെൻസ് അതിന്റെ റെപ്യൂട്ടേഷൻ അല്ല പറഞ്ഞത്, ഫയർ എന്ന് പറഞ്ഞാൽ കുൽസിത സാധനമായിരുന്നു അന്ന്. പക്ഷെ അത്താക്ക് അറിയാം
ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഈ 1999 അടിച്ചു വന്ന പേപ്പറിന്റെ പീസിൽ വന്ന ന്യൂസ് ഇവൻ എവിടുന്ന കിട്ടി? അന്ന് മുതലേ ഈ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് മാത്രം തെരഞ്ഞെടുത്ത ആൾക്കുണ്ടാവും. ഒരു പ്രൊഫഷണൽ കമ്പി എഴുത്താണ് തോന്നുന്നു, കമ്പേഷ് അതാണ് തോന്നുന്നത്. അല്ലേ ഒന്ന് ആലോചിച്ചോളൂ, ഇവൻ കൊടുത്ത ആ ഒരു പരാതിക്കകത്ത് ശ്വേതാ മേനോന്റെ സെൻസറിങ് കഴിഞ്ഞിറങ്ങിയ ഇവിടെ ഇറങ്ങിയ സിനിമകളിലെ ക്ലിപ്പ് ഫോൺ സൈറ്റുകളിൽ ആരെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശ്വേതാ മേനോനാണോ കാരണക്കാരി? ശ്വേതാ മേനോൻ എങ്ങനെ കാരണക്കാരിയാവും എന്നുള്ളൊരു സംഗതി വേണ്ടേ? ഇവന് മിനിമം ലോജിക്ക് വേണ്ടേ? അയാൾക്ക് ഇതിനെ പറ്റി വലിയൊരു പിടിപാടൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അയാൾ വിചാരിക്കണോ ഇത് ശ്വേതാ മേനോൻ രാവിലെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് അടിച്ച് കയറ്റണമെന്ന് വിചാരിക്കണ്ടാവും ചിലപ്പോൾ. അതായത് പണ്ട് 1999 അങ്ങനെ പറഞ്ഞു. 1999 ഞാൻ എന്തും ചെയ്യാൻ റെഡിയാന്ന് പറഞ്ഞ ആക്ട്രസ് ഇപ്പൊ അവരുടെ ഇങ്ങനത്തെ ഫോട്ടോ ഇവൻ ഉദ്ദേശിക്കുന്ന സാധനം അതായിരിക്കാം ചിലപ്പോ. അല്ലെങ്കിൽ ഇവനെ കഴപ്പ്, അല്ലെങ്കിൽ ഫെയിം ആവാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം പിടിക്കണമല്ലോ. എന്നാ പിന്നെ അതാടക്കട്ടെ ശ്വേതാ മേനോന്റെ തലയിൽ. കഴിഞ്ഞ മാർച്ചിലും കണ്ട് കൊണ്ടുപോയി കൊടുത്ത സാധന ഇവിടുത്തെ ചാനലുകാർ എന്ത് ചെയ്ത് ഇത് ഈ MMA-നായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോ പരിപാടിയാന്ന് വിചാരിച്ചിട്ടാണ് വലിയ കാര്യത്തിൽ ഇവരെ പിടിച്ചിരുത്തി. അതിന്റെ ബാക്കിൽ പല പ്രമുഖരും വരും എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും. എന്നിട്ട് കിട്ടിയത് എന്താ അറിയോ? കോമഡി ടൈം പോലത്തെ ഒരു പരിപാടി. അതായത് അവര് ഈ പോൺ സൈറ്റിൽ എൻ്റെ വീഡിയോ പോൺ സൈറ്റിൽ ലഭ്യമാണ് എന്ന് ഇവര് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആ ഇന്റർവ്യൂവിൽ അവരത് പറയുന്നുണ്ട്. ഏത് പോൺ സൈറ്റാണ്? അപ്പൊ അതിനുശേഷം നിങ്ങൾ ഈ ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. പൊന്നു മാർട്ടിനെ ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ ഒന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ താങ്കൾക്ക്? അതെന്തിനാണ് താങ്കൾ പോയി യൂട്യൂബിൽ പോയി തപ്പി ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ അടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ താങ്കൾക്ക്? അതായത് പ്രായപൂർത്തിയാകാത്ത 2 പിള്ളേര് ഈ ഒരു സംഭവം കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്യുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയായിട്ട് ഞാൻ പോയതും അതുകൊണ്ട് തന്നെയാണ്. മാർട്ടിൻ, താങ്കൾ ഈ അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്ന ഒരാളാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ പരാതിയിൽ ഒരു കുന്ന് ലിങ്ക് താങ്കൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പോലും ഉറപ്പ് തോന്നുന്ന ഒരു കുന്ന് ലിങ്ക്? ഈ ലിങ്ക് ഞാനൊന്ന് നോക്കി കേട്ടോ. ഒരൊറ്റ മിനിറ്റ്, ഈ ലിങ്കുകൾ ഞാനൊന്ന് എൻ്റെ ഫോണിൽ തുറക്കാൻ നോക്കി. ഫോണിൽ തുറക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? അത് രാജ്യത്ത് ബാൻഡ് ലിങ്കുകളാണ്. താങ്കൾക്ക് എങ്ങനെയാണ് രാജ്യത്ത് ബാൻഡായ ഈ പറയുന്ന അശ്ലീൽ ലിങ്കുകൾ കയറി ഇതൊക്കെ കാണാൻ പറ്റുന്നത്? എങ്ങനെയാണ് താങ്കൾക്ക് മാത്രം, മാർട്ടിൻ മേനാച്ചേരി? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതായത് 2 കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾ ഇത് കണ്ടത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്തത്. അപ്പോൾ ആ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ സംഭവങ്ങൾ, ഈ ശ്വേതാ മേനോനെ കുറിച്ചുള്ള സംഭവങ്ങൾ ഞാൻ കണ്ടതും. ബന്ധപ്പെട്ട ഞാൻ വക്കീലുമായിട്ട് ഞാൻ, അതായത് ഈ ഹോട്ടസ്റ്റ് വീഡിയോ, ഈ ശ്വേതാ മേനോന്റെ ഇത്തരത്തിലുള്ള താങ്കൾ പോയി ഹോട്ടസ്റ്റ് വീഡിയോ നോക്കി ഈ പ്രായത്തിൽ പോയി സെർച്ച് ചെയ്യല്ലേ? അതൊക്കെ ഞാൻ പോട്ടെ, അതൊക്കെ ഇപ്പൊ പിള്ളേർ സെർച്ച് ചെയ്യാത്ത സെർച്ചാ, വിട്ടേക്ക്. ഞാൻ ചോദിക്കുന്നതല്ല, ഞാൻ ചോദിക്കുന്നത് രാജ്യത്ത് ബാൻഡായി ഈ പോൺ സൈറ്റുകൾ താങ്കൾക്ക് എങ്ങനെയാണ് ആക്സസിബിൾ ആവുന്നത്? താങ്കൾക്ക് എങ്ങനെയാണ് തുറന്നു നോക്കാൻ പറ്റുന്നത്? താങ്കൾ ഒരു കുന്ന് ഇത്തരം വെബ്സൈറ്റുകൾ എന്ന് പറഞ്ഞാൽ 4 അങ്കയുടെ അറപ്പുളവാക്കുന്ന വെബ്സൈറ്റുകൾ താങ്കൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 20 വെബ്സൈറ്റ് താങ്കൾ കൊടുത്തേക്കുക. അപ്പോൾ താങ്കൾ ഇതൊക്കെ കുത്തിയിരുന്ന് കണ്ടോ? അതെ, കുത്തി ഇരുന്ന് കണ്ടതല്ല. ഞാൻ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞല്ലോ. 2 പ്രായപൂർത്തിയാവാത്ത 2 കുട്ടികൾ ഇത് ഫോണിൽ കണ്ടു എന്ന് ഞാൻ അവർ നോക്കുന്നത് ഞാൻ കണ്ടപ്പോഴാണ്. പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഫോണിൽ കണ്ട എന്താ? അല്ല, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഫോണിൽ കണ്ട എന്താ? ഈ ശ്വേതാ മേനോന്റെ ഈ ഒരു വീഡിയോ ആണ് ഞാൻ ഇതിനകത്തുള്ള വീഡിയോകളാണ് ഞാൻ കാണുന്നത്. ഏത് വീഡിയോ ആണ്? ഈ സൈറ്റുകളിൽ കാണുന്ന വീഡിയോ. സൈറ്റുകളിൽ കാണുന്ന താങ്കൾ കണ്ടാണല്ലോ. എന്ത് വീഡിയോ വരുന്നത്? അതെങ്ങനെ നമുക്ക് എങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റും? ന്യൂസ് ചാനലിലെ വാർത്ത എൻജോയ് യൂണിവേഴ്സിൽ ഇറങ്ങി വന്നാടാ ഈ മനസ്സിലാവണില്ല. ഇവൻ പറയുന്ന 2 കുട്ടികൾ, പ്രായപൂർത്തിയാവാത്ത 2 കുട്ടികൾ ആശ്മിക്ക് വേണമെങ്കിൽ ചോദിക്കുന്നു വീട്ടിൽ നിന്നാണോ? അതെ എന്ന് പറയും ചിലപ്പോ. അതായത് പ്രായപൂർത്തിയാവാത്ത 2 കുട്ടികൾ ഇനിയിപ്പോ വീഡിയോ കാണുന്നു, ഇവൻ കണ്ടു. ഇവൻ എന്താ ചെയ്യേണ്ടത്? കുട്ടികളോട് പോയിട്ട് കുട്ടികളെ ഇതൊന്നും കാണാൻ പാടില്ലാത്ത കാര്യമെന്ന് പറഞ്ഞ് അവര് പറഞ്ഞ് മനസ്സിലാക്കിയാൽ തീരേണ്ട കാര്യമുള്ളൂ. ഇയാളുടെ സ്വഭാവം വെച്ചാൽ അതാവില്ല. ഇത് ഏതൊക്കെ സൈറ്റിൽ കിട്ടും അത് മുഴുവൻ എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് എഴുതി വെച്ചിട്ട് വീട്ടിൽ പോയിരുന്നു VPN വിട്ടിട്ട് ഈ സാധനം ഫുള്ള് സെർച്ച് ചെയ്ത് കണ്ടിട്ട് എന്താ കാണാൻ കിട്ടുക? എൻഡ് ഓഫ് ദ ഡേ എന്താ കാണാൻ കിട്ടുക? ഇവിടെ സെൻസർ എഴുതി ഇറങ്ങിയ സിനിമകളിലെ സീനുകൾ വെട്ടിയിട്ട് പലരും അപ്ലോഡ് ചെയ്തതായിരിക്കും. ഞാൻ ഇവരോടൊരു ചോദ്യം കേട്ടെ, ഈ മാർട്ടിൻ മേനാച്ചേരി, ഈ മെനകെട്ടവനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. പാലേരി മാണിക്യം സിനിമയ്ക്കാണ് ഇവർ റെഫറൻസ് പറയുന്നത്. ആ സിനിമയ്ക്കകത്ത് ശ്വേതാ മേനോന്റെ ഭാഗം ഇവൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഈ മമ്മൂട്ടി അഭിനയിച്ച ഭാഗമൊന്നും ഇവൻ കണ്ടിട്ടില്ലേ? എന്താ കണ്ണ് പുഴുത്തു പോയടെ കണക്കപ്പോ? ഇവന്റെയൊക്കെ വിഷയം എന്താ അറിയോ? ഇവനൊക്കെ കഴപ്പ് മൂത്തിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ കൂടി അതും കൂടി വെച്ചെങ്ങനെ ഫെയിം ഉണ്ടാക്കാന്നുള്ളൊരൊറ്റ പണി ഇവനൊക്കെ അറിയും. ഇവൻ ഈ ഷെഡ്നി ഉണക്കാട്ട പോലുള്ള മീസ് പറയില്ല, പറഞ്ഞ ബോഡി ഷെയ്മിങ് ആവും പോവും.
ഇവനൊക്കെ സത്യത്തിൽ എന്താ എനിക്കിങ്ങോട്ട് തീരണില്ല അവനൊക്കെ കോമഡി ആയിട്ടുണ്ട്. ആഷ്മി തികച്ചു കൊടുത്തിട്ടുണ്ട്. ആഷ്മി എന്താ പറയാ, ഇങ്ങനെ ഒരു ന്യൂസ് അവർ എന്ത് ചെയ്തിട്ടില്ല, ഇത്രയും എൻജോയ് ചെയ്തിട്ട് ഇരുന്ന് ഊക്കി വിട്ടിട്ടില്ല ഒരുത്തരി. പക്ഷെ അതൊന്നും ഏൽക്കില്ല എന്നുള്ള ഏൽക്കാൻ മിനിമം ബുദ്ധി വേണ്ടേ? അതില്ലല്ലോ. ഓന്റെ യൂണിവേഴ്സിൽ ഓൻ വിചാരിക്കുന്നതാണ് ശരിയെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു മണ്ടേഷ്. പിന്നെ എന്ത് പറയാനാണ് ഓനെ? ഏതോ 2 കുട്ടികൾ കണ്ട ഉടനെ ഇവൻ ചാടി കയറിയിട്ട് ശ്വേതാ മേനോൻ ഹോട്ട് എന്ന് പറഞ്ഞാൽ, അയ്യോ ഞാനിപ്പോൾ ശ്വേതാ മേനോൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുന്നത്. അവർക്കൊരു മകളില്ലല്ലേ, അല്ലെ? മകളാണുള്ളത് അവർക്ക്. ഇവൻ്റെ ഈ ഒരു കഴപ്പ് കാരണം അവരിപ്പോൾ എത്ര അനുഭവിച്ചിട്ടുണ്ട്. കാരണം നാട്ടുകാർ ഇവൻ്റെ ഈ കഴപ്പൊന്നും കണ്ടു കാണൂല, മനസ്സിലായില്ലേ? ആദ്യം വന്ന ന്യൂസിൻ്റെ ഇമ്പാക്ട് ഇവിടുത്തെ 24/7 ചാനലുകൾ കൊടുത്തത് ശ്വേതാ മേനോനെതിരെ നഗ്നതാ പ്രദർശനത്തിന് കേസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആ ഇമ്പാക്ട് ഭയങ്കരമാണ്. അതായത് ഈ കഴപ്പുമൂത്ത വെടലൊക്കെയാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതൊന്നും ആരും അറിഞ്ഞു കാണില്ല. അവർക്ക് സ്ട്രോങ് ആയി നിൽക്കാം. അവരങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല എന്നുള്ള അവർക്കറിയാം. പിന്നെ ഇപ്പോൾ ഇയാള് പറഞ്ഞ സംഭവങ്ങളൊക്കെ ശ്വേതാ മേനോൻ ഹോട്ട് എന്നൊക്കെ അടിച്ചവർക്ക് എന്താണ് ഈ വരുന്നത്? അവരെന്നെ പല ഇന്റർവ്യൂക്കകത്തും അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത് അവരോടിപ്പോൾ ഒരു ഡയറക്ടർ പറയുകയാണ് ഇതേപോലൊരു രംഗം അഭിനയിക്കണം. നോർമൽ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല ശ്വേതാ മേനോൻ എന്താണ് ചെയ്തതിനോത്ര നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ. ശ്വേതാ മേനോൻ തന്നെ പറയുന്നുണ്ട്, ഇഫ് ഡയറക്ടർ ഡിമാൻഡ്സ് സംതിങ് ഐ വിൽ ഡു ഫോർ ദാറ്റ് ക്യാരക്ടർ. അല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്റ്റൈലിഷ് വേഷം ഇട്ടിട്ട് ഈ അടുത്ത കാലത്ത് ശ്വേതാ മേനോനെ കണ്ടിട്ടുണ്ടോ? ഞാൻ ആരും എടുത്തല്ലാതെയോ അല്ലെങ്കിൽ അങ്ങനത്തെ വേഷം ഞാൻ ആരും കണ്ടില്ല. ഞാൻ ഈ വേഷവിധാനത്തിന്റെ വ്യത്യാസം അല്ല പറയുന്നത്. ഓക്കെ, അവർ ഓപ്റ്റ് ചെയ്യുന്നത് എന്താണ്? ആ സാധനങ്ങളാണ്. അല്ലാത്ത ഇവൻ ഈ കഴപ്പന് ഇത് ഒരു ക്യാരക്ടർ, ഒരു സിനിമയിൽ ആഫ്റ്റർ ഓൾ അവർ ചെയ്തൊരു ക്യാരക്ടർ, അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു അറ്റയർ കണ്ടിട്ട് ഇവൻ ഇത്രത്തോളം മൂക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കുട്ടികൾ കണ്ടു എന്നുള്ളൊരു കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ശ്വേതാ മേനോൻ മാത്രമാണോ ഉള്ളത്? എന്നാൽ പോയി സണ്ണി ലിയോണെതിരെ കേസ് കൊടുക്ക്. അതല്ലേ ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത്. സണ്ണി ലിയോൺ എന്താ അപ്പുറത്ത് മോൺ മൂവി അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് വന്നിട്ട് ഇന്ത്യൻ ബോളിവുഡ് സിനിമ അഭിനയിക്കുന്നു, മലയാള സിനിമയിൽ വന്ന് അഭിനയിക്കുന്നു. അതൊന്നും മൂപ്പര് അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. നമ്മള് പറഞ്ഞു കൊടുക്കണ്ട. എന്തെന്നാടാ അത് മാണിക്യം അല്ലെങ്കിൽ അതെ, അതിലൊക്കെ ഈ സെൻസർ ബോർഡ് കട്ട് ചെയ്തിരിക്കുന്ന പല ഭാഗങ്ങളും അത് വേറെ രീതിയിൽ ചിത്രീകരിച്ച് ഫോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. ഒന്നും ലഭ്യമല്ല. ഏത് ഫോൺ സൈറ്റിലാണ് അത് ലഭ്യം? നിങ്ങൾക്ക് ഞാൻ ഇത് കൊടുത്തിരിക്കുന്ന പരാതി കൊടുത്തിരിക്കുന്ന സൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇല്ല, പരാതി കൊടുത്തിരിക്കുന്ന സൈറ്റുകൾ മൊത്തം രാജ്യത്ത് ബാൻഡ് സൈറ്റുകളാണ്. ഈ സാധനമാണ് ഞാൻ ഈ താങ്കൾ കിട്ടി ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് കൊടുത്തിരിക്കുന്നത്. അല്ല, ശ്രീ മാർട്ടിൻ മേനാച്ചേരി, രാജ്യത്ത് ബാൻഡ് ആയിട്ടുള്ള നമുക്കൊന്നും തുറന്നാൽ കിട്ടാത്ത സാധനം താങ്കൾക്ക് എങ്ങനെയാണ് തുറന്ന് അതിന് ലിങ്ക് മൊത്തം കോപ്പി ചെയ്ത് കോടതിക്ക് കൊടുക്കാൻ പറ്റുന്നേ? അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്താൽ ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു ഈ സാധനം ഞാൻ ഇത് ചെക്ക് ചെയ്തു, നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഞാൻ ഹൈക്കോടതിയുടെ പരിസരത്ത് വെച്ചാണ് ഈ സാധനം കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ബന്ധപ്പെട്ട ഒരു ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാളിമങ്കിക്ക് മനസ്സിലാവണില്ലേ ഇവ ഏത് സീനാ പിടിക്കണെന്നുള്ളത്. ഹൈക്കോടതിന്റെ പ്രിമൈസിൽ ഇരുന്നിട്ട് ഇവൻ പോൺ വീഡിയോ കണ്ടു എന്ന് പറയുമ്പോൾ മണ്ട നാളെ ഈ അകത്താണ്. അതൊന്ന്. രണ്ടാമത്, രാജ്യത്ത് നിരോധിച്ച സൈറ്റുകളിൽ പോൺ വീഡിയോ കണ്ടത് വേറെ സീന്. ഇതും പോട്ടെ, ഒരു സിനിമ ഇറങ്ങി സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളഞ്ഞ സീനുകള് ഇവൻ തപ്പിപ്പിടിച്ച് ഇവൻ അത് കണ്ടു എന്ന് പറയുമ്പോ സെൻസർ ബോർഡ് കട്ട് ചെയ്ത സീനുകൾ ഏതാന്ന് ഇവൻ എങ്ങനെ അറിയാ? ഇവൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവന്റെ നേരെ വരും. ഇവൻ എങ്ങനെ അറിയാതെ ഈ പൊട്ടന്? ഇയാൾ ചെയ്തതും തെളിവിനായിട്ട് എടുത്തുള്ള സാധനങ്ങളെല്ലാം നിരോധിച്ച സാധനങ്ങൾ എന്നുള്ളത് ഏറ്റവും വലിയ കോമഡി. ആർക്കും കിട്ടാതെ അയാൾക്ക് മാത്രം കിട്ടുന്ന കാര്യങ്ങൾ. ഇങ്ങനെ കംപ്ലൈന്റ് കൊടുത്തു ഇവന് ഇത്തിരിയെങ്കിലും ഒരു കൂറക്കുട്ടി വേണ്ട, ഒരു ഉറുമ്പിന്റെ അത്രയെങ്കിലും വിവരോ ബുദ്ധിയോ ഇവൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ. അല്ല, ജഡ്ജിന് വിധി പറയാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ജഡ്ജിന് വിധി ഒന്നും പറയാല്ല. ജഡ്ജ് സിമ്പിൾ ആയിട്ട് പറയും, മോനെ പോയി കടന്ന കുറച്ചു കാലം. എന്തിനറിയാമെങ്കിൽ മറ്റേ സെല്ലില് ആദ്യം ഇയാളെ പറഞ്ഞേക്കുന്നത് വേറെ എങ്ങനെയായിരിക്കും. ആദ്യം അതൊക്കെ ഒന്ന് ലെവലായി വന്നതിന് ശേഷം സർട്ടിഫിക്കറ്റും പേപ്പറൊക്കെ ഒന്ന് മേടിച്ചിട്ട് ശരിയാക്കി തരാൻ പറയും. അല്ലാതെ ഏത് വിവരം കെട്ടവരൊക്കെയാണ് ഈ നാട്ടിലെ നിയമത്തിന്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. ഇനീഷ്യൽ സ്റ്റേജിൽ ഇത് കൊണ്ടു ചെന്നിട്ട് ഒരു പോലീസുകാരനെ മുന്നിൽ കൊടുക്കുമ്പോൾ ആ പോലീസുകാരൻ ഇത് വായിച്ചിട്ട് FIR ഇടണോ വേണ്ടേ എന്നുള്ളത് മിനിമം ബുദ്ധിക്ക് ചിന്തിച്ചൂടെ? ഒരു പ്രൈമ ഫേസിൽ ഒരു കേസ് വരുമ്പോൾ അതിന് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അതിലൊരു FIR വേണോ വേണ്ടേ എന്നുള്ളത് ചിന്തിക്കാൻ ഒരു പോലീസുകാരെ കൊണ്ട് പറ്റുന്നില്ലേ? പോലീസുകാർ ശരിക്കും എന്താ, ഇവൻ മാർച്ചിൽ കൊടുത്തു. ആദ്യം അത് സൗത്തിലാണ് കൊടുത്തത്, ഇവിടെ കൊച്ചിയിൽ. അത് കേസ് എടുത്തില്ല എന്ന് പറയുന്നു. പിന്നെയാണ് ഇവൻ രണ്ടാമത് ചെല്ലുന്നത്. മിനിമം ഇതിനകത്ത് FIR ഇടാനുള്ള വകുപ്പില്ല. ഇപ്പം പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്നും നോക്കാൻ ഇവിടുത്തെ പോലീസുകാരെ കൊണ്ട് പറ്റില്ല എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ.
ഇതേപോലെയുള്ള പൂത്തിരികൾ വന്നിരുന്നിട്ട് അവരുടെ ഫെയിമിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു വിടുമ്പോൾ അത് നിങ്ങളൊന്ന് അന്വേഷിക്കാതെ അല്ലേ? അതെ, അല്ലാതെ ഒന്നും ഇതിൽ FIR ഇട്ട് കൂട്ടരുത് നിങ്ങൾ പോലീസുകാർ. താങ്കൾ മാധ്യമപ്രവർത്തകനാണെന്ന് പറയുന്നുണ്ട്. താങ്കൾ ഏത് മാധ്യമത്തിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇംഗ്ലീഷ് ന്യൂസിലാണ് വർക്ക് ചെയ്യുന്നത്. ഏത് ഇംഗ്ലീഷ് ന്യൂസാണ്? ഞാൻ ഡൽഹിയിൽ നിന്നുള്ള കൺട്രി ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഓൺലൈൻ ചാനലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. താങ്കൾ ന്യൂസ് പേപ്പർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള റീജിയൺ സെക്രട്ടറി എന്തോ ആണോ? അതെ. താങ്കളുടെ ന്യൂസ് പേപ്പർ ഏതാണ്? കൺട്രി ആൻഡ് പൊളിറ്റിക്സ്. ഇത് രാജ്യവ്യാപക സംഘടനയാണോ? അതെ അതെ. അതിന് ജനറൽ സെക്രട്ടറിയുടെ പേരെന്താ? നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അതിന് ജനറൽ സെക്രട്ടറിയുടെ പേരെന്താ? ബിപിൻ കൗർ. ബിപിൻ കൗറിനെ താങ്കൾക്ക് അറിയാവോ? തീർച്ചയായിട്ടും. താങ്കളെ ബിപിൻ കൗറിന് അറിയാവോ? ബിപിൻ അതറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ ഇതിന്റെ ഒരു ഭാരവാഹിയായിട്ടിരിക്കുന്നത്. താങ്കളാണോ ഇവിടുത്തെ അതിന്റെ നേതാവ്? ഏതാ? താങ്കളാണോ ഈ സംഘടനയുടെ കേരളത്തിലെ നേതാവ്? താങ്കളാണോ? കേരളത്തിലെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. എന്നാ ബിപിൻ കൗർ പറയുന്നത് കേൾക്കാവോ? ഒന്ന് പ്ലേ ചെയ്യോ? 24 न्यूज का रिपोर्टर हूँ, केरला चैनल 24। तो आपका वेबसाइट इंडियन न्यूज़पेपर एसोसिएशन का वेबसाइट पे ये नंबर मिला मेरे को। मैं एक प्रोग्राम में हूँ अभी। अच्छा, मेरे को खाली एक इन्फॉर्मेशन चाहिए। आपका केरला चैप्टर है क्या न्यूज़पेपर एसोसिएशन का? हाँ है। इनका अध्यक्ष का नाम पता है? सुवर्ण कुमार। हाँ जी, सुवर्ण कुमार प्रदीप अम्बिली। ഓക്കെ. സുവർണകുമാറും പ്രദീപ് അമ്പിളിയോ മറ്റേ മാർട്ടിൻ മേനാച്ചേരി, നിങ്ങൾ ഈ പറയുന്ന ആ കടലാസ് സംഘടനയുടെ ഇവിടുത്തെ ആൾക്കാർ? അതിന്റെ പ്രസിഡന്റാണ് സുവർണകുമാർ. താങ്കളെ അറിഞ്ഞൂടാ? പ്രസിഡന്റാണ് സുവർണകുമാർ. താങ്കളെ അവിടുത്തെ ആൾക്കാർ അറിഞ്ഞൂടാ? പോട്ടെ, അത് നമ്മുടെ വിഷയമല്ലോ. താങ്കളെ അവിടുത്തെ ആൾക്കാർക്ക് അറിഞ്ഞു? ബിപിൻ കൗറിനെ ഒന്നും താങ്കളെ അറിഞ്ഞൂടാ? ഒന്നാമത് ആ സംഘടനയുടെ ഉടായ്പ സംഘടനയാണെന്ന്, പേപ്പർ സംഘടനയാണെന്ന് തോന്നുന്നു. അതിന്റെ കേരള ചാപ്റ്ററായ താങ്കളെ ആർക്കും അറിഞ്ഞൂടാ? അവിടെ ഒന്നും ആർക്കും അറിഞ്ഞൂടാ? ഇതിനിടയിലേ ഇവനെതിരെ ഒരു പരാതി ആരോ കൊടുത്തിട്ടുണ്ട് ലേഡി. അവര് പറയുന്നുണ്ട് ഇവൻ വേറെ ആരോടെ പറഞ്ഞിട്ട് ഇവൻ മീഡിയ വണ്ടി കർമ്മ ന്യൂസിന്റെ ആളാണ്. എന്നിട്ട് ഇവൻ ന്യൂസ് 18 വന്നിരുന്ന് നല്ലുണ്ടായിരുന്നു. ഇവൻ കർമ്മ ന്യൂസിന് വേണ്ടിയിട്ട് എങ്ങാണ്ട് അവിടെ റിപ്പോർട്ടറായിട്ട് ഡൽഹിയിലെങ്ങാണ്ട് പ്രവർത്തിച്ചിരുന്നു. ഇന്നിപ്പോ പറയുന്നത് വേറെ ഡൽഹി ബ്യൂറോന്റെ ആളാന്നൊക്കെ. അതായത് ഇവന് വേറെ ഒന്നും ഇല്ല. നമ്മളിപ്പോ പല യൂണിവേഴ്സുകളും കാണുന്നുണ്ടല്ലോ, വൈറലാകാൻ വേണ്ടി പല യൂണിവേഴ്സുകളും 24 അല്ല ബാക്കി എല്ലാ ചാനലുകളും ഇത് ഇന്നലെ ഏറ്റുപിടിക്കാൻ കാരണം അവർ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ പറഞ്ഞൊരു എലമെന്റ്, അതായത് AMMA അസോസിയേഷനിൽ ഇപ്പൊ നടക്കുന്ന ബിഗ് ബോസിനേക്കാൾ വലിയ അടികളാണ് അവിടെ നടക്കുന്നത്. എലക്ഷൻ അത് ഉറപ്പായിട്ടും അത് തന്നെയാണ്. ഇതിന്റെ ബാക്കിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇയാളെ മുന്നിലും ബാക്കിലും ഇയാൾ തന്നെ എന്നുള്ളത് ഇപ്പൊ ഇവർക്ക് അറിയേണ്ടത്. ഇവർക്ക് അത് അറിയാതെ ഇവരെ പിടിച്ച് ഇവരെ വിചാരം ഇതിന്റെ ബാക്കിൽ ബാബുരാജും ബെൽറ്റ് വേണോ അതോ വേറെ വല്ലൊരു ബെൽറ്റ് വേണോ, കുക്കു പരമേശ്വരനും പല രീതിയിലാണ് അപ്രോച്ച് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ പോയപ്പോഴാണ് ഈ മരപ്പാഴ ഇത് സ്ഥിരം ചെയ്യുന്ന പരിപാടി. അത് നിങ്ങൾ ആലോചിച്ച് നോക്കി. MA നിഷാദ്, രാഹുൽ ഈശ്വർ, ആശ ഉണ്ണിത്താൻ, പ്രകാശ് ബാരെ, ആഷ്മിതാജ് ഇബ്രാഹിം, ഇതിലൊരു കാര്യം ഉറപ്പാ, രാഹുൽ ഈശ്വറിന് ഒന്നും ഒരു സെക്കൻഡ് എന്ന് പറയേണ്ട കാര്യം ഉണ്ടാവില്ല. ഇത് വന്നവർക്കൊക്കെ ചിരിച്ചിട്ട് പോകാനുള്ള വകയെ. അതായത് ഒരു സിനിമ കാണില്ലേ, അതിനേക്കാൾ കൂടുതൽ ചിരിക്കാനുള്ള വക. അത് ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ല. മൂപ്പര് കഴപ്പ് മൂത്ത് വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് സൈറ്റിൽ തപ്പി നോക്കിണ്ടാവും, ശ്വേതാമേനോന്റെ പേര് വെച്ച് അത് നോക്കിണ്ടാവും. അത് കിട്ടണില്ല എന്ന് കണ്ടപ്പോ അതിന്റെ ഒരു കഴപ്പാണ് തീർത്തതായിരിക്കും. സ്റ്റോറി ഞാൻ പറയട്ടെ, ഹൈക്കോടതിന്റെ കൂടി ഇങ്ങനെ നടന്നു പോവും. 2 ചെക്കന്മാർ ചിലപ്പോ വന്നിട്ട് ഒരു വീഡിയോ കാണുന്നുണ്ടാവും. തോണ്ടിട്ട് മോനെ ഏതാ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടാവും. ഓരോ ചിലപ്പോ വല്ല പഴയ പാലരിവാളിക്ക് സിനിമ ഇരുന്ന് കണ്ടതാവും. അത് ആരാന്ന് ചോദിക്കുമ്പോ ശ്വേതാമേനോനെ പറഞ്ഞിട്ടുണ്ടാവും. നേരെ ചെന്നിട്ട് അപ്പുറത്തതിന്റെ മൊബൈൽ എടുത്തിട്ട് VPN തുടങ്ങിട്ട് ശ്വേതാമേനോൻ ഹോട്ട് കാണില്ലല്ലോ എന്നാ കടക്കട്ടെ ശ്വേതാമേനോന്റെ കേസ്. ഇങ്ങനെ ഒരുത്തൻ രാഹുൽ ചോദിച്ചു, അതായത് ശ്വേതാമേനോനെ നിങ്ങൾ വിളിച്ചറിയിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ശ്വേതാമേനോൻ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ വീഡിയോസ് എല്ലാം പോൺ സൈറ്റിലുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതിന്റെ എവിഡൻസ് ഞാൻ കോടതി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതോ ഇടിക്കുറ്റി സായന ദിനപത്രത്തിലല്ലേ? അല്ല നിക്ക് ഒരു സെക്കൻഡ്, ഏത് പത്രമാണെങ്കിലും RNA രജിസ്ട്രേഷൻ ഉള്ളതാണോ? RNA രജിസ്ട്രേഷൻ ഇല്ലാതെ പത്രം കടലാസ് പ്രസിഡന്റ് പോലും അയാളെ അറിയത്തില്ല. അത് ഇടിക്കുറ്റി. അതായത് താങ്കൾ പറയുന്ന പത്രം എന്നറിയോ? ഇടിക്കുറ്റി. ഇവർ കൊടുത്തിരിക്കുന്ന എവിടെ നിറങ്ങുന്ന ഇടിക്കുറ്റിയൊക്കെ
മുട്ടൂറ്റൊക്കെ എവിടെ നിറങ്ങുന്ന പത്രം? അതെ, എനിക്കറിയാവുന്ന എവിഡൻസ് ആണ് ഞാൻ കൃത്യമായിട്ട് കോടതി കൊടുത്തിരിക്കുന്നത്. ഈ പത്രത്തിന്റെ പകർപ്പ്, ഏത് പത്രത്തിന്റെ? മീഡിയ സിൻഡിക്കേറ്റ് മീഡിയയിൽ വന്നിരിക്കുന്ന പിന്നെ വീഡിയോയുടെ പകർപ്പ്, ഇതെല്ലാം നമ്മൾ കോടതി കൊടുത്തിട്ടുണ്ട്. എനിക്ക് വയ്യ. ഏത് പത്രത്തിന്റെ? ഇടിക്കുറ്റിയോ? ഞാൻ അവർ എവിടേക്കാണോ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് ആ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിരിക്കുന്ന തെളിവിന്റെ എല്ലാ രേഖകളും താങ്കൾ പരാതിയിൽ പറഞ്ഞതാ. അതായത് പോൺ സൈറ്റുകൾ കണ്ടുണ്ടെന്ന് പ്രതി ശ്വേതാമേനോൻ പറയുന്നത് ഇടുക്കുറ്റി സായാഹ്ന ദിനപത്രത്തിൽ അച്ചടിച്ചു വന്ന ഇന്റർവ്യൂവിന്റെ കോപ്പി. ഏത് ഇടുക്കുറ്റി? എവിടുത്തെ ഇടുക്കുറ്റി? എവിടെ ഇറങ്ങുന്ന ഇടുക്കുറ്റി? IRB പ്രകാരം എത്ര കോപ്പിയുള്ള സർക്കുലേഷൻ ഇടുക്കുറ്റി? അപ്പൊ ഞാൻ എന്തോ ഒരു ഇടുക്കുറ്റി? കാര്യം ഞാൻ ചോദിക്കട്ടെ. ഒരു കാര്യം ചോദിക്കട്ടെ. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്കെതിരെ ഒരു അപകീർത്തി വരുമ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ചിലപ്പോൾ 100 വ്യൂസേ കാണുള്ളൂ. ഈ ഒരു വ്യൂസിൽ നിങ്ങളെക്കുറിച്ച് അപകീർത്തിപരമായ രീതിയിൽ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ എനിക്കെതിരെ പരാതി കൊടുക്കുമോ ഇല്ലയോ? അതിനകത്ത് എത്ര വ്യൂസ് ഉണ്ടെന്നോ അല്ലല്ലോ നോക്കുന്നത്. വ്യൂസ് ഉണ്ടോന്നാണോ നോക്കുന്നത്? ആണല്ലോ. കമന്റ് ബോക്സിൽ ഇടുക്കുറ്റി കേട്ട ആരെങ്കിലും പറയാം. ഇടുക്കുറ്റി എന്നുള്ള പത്രം കണ്ടുള്ള ആരെങ്കിലും പറയാം. ഇടുക്കുറ്റി എന്ന് പറഞ്ഞ പത്രം 1999 ഇറങ്ങിയ ഇടുക്കുറ്റി. അപ്പൊ എന്റെ ഇടുക്കുറ്റി മാത്രല്ല, ഫയറ്, മുത്തുച്ചിപ്പി, പടക്കം, ഫയല്, പ്രശസ്ത നോവലായിട്ടുള്ള മുത്തുച്ചിപ്പിയിൽ വരെ വന്നിട്ടുണ്ട്. പ്രശസ്ത ഇതായിട്ടുള്ള മാസികയായിട്ടുള്ള ഇങ്ങനെ ഒരു തൈരൻ. ഇവനെന്താ പറയുക, മറ്റേ യൂണിവേഴ്സിറ്റിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ ക്രൈംനന്ദകുമാർ, സന്ദീപ് ദിനേശ്, പെല്ലിശ്ശേരി, ആ യൂണിവേഴ്സ് ഉണ്ടല്ലോ, ആ യൂണിവേഴ്സ് അതൊക്കെ കാര്യമായിട്ടിരുന്നു വാശിക്കുന്ന ആളായിരിക്കും മിക്കവാറും. ആ യൂണിവേഴ്സിന്റെ പ്രൊഡക്റ്റാന്നുള്ളത് കൺഫേം ആണ്. ഒരു സംശയം അതിലല്ലേ? അയാളെ സംബന്ധിച്ചിടത്തോളം അയാളൊരു മഞ്ഞപത്രം എന്ന് പറയുന്നത് ഏതാണെന്ന് മനോരമ, മാതൃഭൂമിയൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. അതൊക്കെ ആര് വായിക്കും? ഇടുക്കുറ്റി വായിക്കും നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അറിയോ, ഞാൻ അതിന്റെ വില മാനേജ് മാർട്ടിൻ മേനാച്ചേരി ഡയറക്ടറും അല്ലാതും ചീഫ് എഡിറ്റർ മാർട്ടിൻ മേനാച്ചേരി ഇടുക്കുറ്റി. അയ്യോ, ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു ഒരു പത്രക്കാരൻ മുമ്പിൽ ഇരിക്കുന്നത്. ഒരു ഇരിപ്പ് നോക്ക്, ബാക്കിയുള്ളവരെ ഇരിപ്പ് നോക്ക്. ബാക്കിയുള്ളവര് എമ്മനിഷാദിനൊക്കെ എമ്മനിഷാദ് ചിലപ്പോ നാളെ ഒരു സിനിമ വരെ ഇറക്കും. അതിനുള്ള സാധനം ഉണ്ട് ഇതില്, അതിനുള്ള സാധനം ഉണ്ട്. കാരണം ഈ അടുത്ത കാലത്തൊന്നും ഒരു ന്യൂസ് ചാനലിനെയും പറ്റിച്ച ഇങ്ങനൊരു മുതലേ ഞാൻ കണ്ടിട്ടില്ല. ഇന്നസെന്റ് മറ്റേ സിനിമയിൽ ഇരിക്കണവരെ ഇരിക്കണം ഫുള്ള് തമ്മിലും നടക്കട്ടെ ഉണ്ട്. ശ്വേതാമേനോനൊക്കെ ഒരു കേസ് കൊടുത്താണ്ടല്ലോ, ഇവൻ മറ്റേ ഒന്നും പറയുന്നത് ഇയാളൊക്കെ കുറച്ച് പ്രശ്നമുള്ള ആളാന്ന് ശ്വേതാമേനോന് മനസ്സിലായിണ്ടാവും. അതൊക്കെ എന്തെങ്കിലും പറഞ്ഞു പോട്ടെ എന്നിട്ട് വിചാരിക്കണ്ടാവും. അതുകൊണ്ടാവും മൈൻഡ് ചെയ്യാൻ. ഇയാൾക്ക് വേറെ സാധനം വന്നിട്ടുണ്ട്. നിരോധിക്കപ്പെട്ട പോൺ സൈറ്റുകൾ പ്രചരിപ്പിച്ചു പരാതി. അയാൾ എന്തൊക്കെ പറഞ്ഞാണോ കേസ് കൊടുത്താൽ മുഴുവൻ തിരിച്ചടിച്ചിട്ടുണ്ട്. കുടുങ്ങി. ഇലക്ഷൻ ഒന്നും ഇല്ലാതെ ശ്വേതാമേനോന് ജയിക്കാൻ പറ്റുന്ന. അതായത് ഈ അടുത്ത കാലത്താന്ന് തോന്നുന്നു, അതായത് ഈ ക്രൈം നന്ദകുമാറിനെതിരെ ഒരു പരാതി ശ്വേതാമേനോൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത റീസെൻ്റ്ലിയാണ്, ഞാൻ എൻ്റെ മെമ്മറിയിൽ എടുത്തൊരു കാര്യമാണ്. അതായത് ശ്വേതാമേനോൻ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് ക്രൈം നന്ദകുമാർ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു, ഒരു വാർത്ത ചെയ്തു ക്രൈം നന്ദകുമാർ. അപ്പം അവരെന്താണോ പറഞ്ഞ കാര്യങ്ങൾ മാത്രം അത് വെച്ചിട്ട് ശ്വേതാമേനോൻ കൊണ്ടുപോയി എന്റെ രാഷ്ട്രീയ ഗുരു. ഞാനിപ്പോ ആ വാർത്ത ഞാനത് പറഞ്ഞതാണ്. അടിസ്ഥാനം ഇപ്പൊ ഞാൻ പറയുന്നത് താങ്കൾ പറഞ്ഞ ആരോപണമൊക്കെ വെച്ചിട്ട് ഈ ചർച്ചയിലെ പരാമർശമൊക്കെ വെച്ചിട്ട് ശ്വേത ഒന്ന് ആഞ്ഞിറങ്ങിയുണ്ടല്ലോ, മാർട്ടിനെ വെളിച്ചം കാണില്ല. ഹാഷ്മി, ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. അതിനിടയ്ക്ക് രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യം, പിന്നെ ഒരു കാര്യമുണ്ട്, ഞാനത് വിട്ടുപോയി. കാരണം വക്കീൽ പറഞ്ഞ ഇപ്പം എൻ്റെ ഓർമ്മയിലുള്ളത്. അതായത് അന്ന് ശ്വേതാമേനോൻ ഈ പറഞ്ഞ പോലെ ക്രൈം നന്ദകുമാറിനെതിരെ ഒരു പരാതി കൊടുത്തിരുന്നു. അപ്പോൾ അതായത് ഈ ശ്വേതാമേനോൻ എന്താണോ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ആ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ക്രൈം നന്ദകുമാർ ഒരു വാർത്ത ചെയ്തപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ പരാതി കൊടുത്തിട്ടുള്ളൂ. അപ്പുറത്തേക്കുള്ള ഒരു കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടില്ല. ഇടുക്കുറ്റിക്കകത്തല്ല, ഇതിനകത്ത് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പരാതി മാർട്ടിൻ ഇവന്റെ പേര്. ഞാൻ പറയട്ടെ, സൊസൈറ്റിയിൽ എന്തൊക്കെ തരം ആളുകളല്ലേ. രസാണ്, എന്ത് രസം. ശ്വേതാമേനോൻ ഒരു ദിവസം മൊത്തം
ലിറ്ററലി ന്യൂസിൽ ശ്വേതാ മേനോനെ ഇഷ്ടപ്പെടുന്നവരും വെറുക്കുന്നവരും അടുപ്പമുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള ആളുകളുടെ അല്ല അതെന്താണെന്നറിയോ, തുടക്കത്തിൽ കുറെ ആളുകൾ ചിലപ്പോൾ ഇത് വിശ്വസിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇപ്പോഴാണ് ഒരു കോമഡി കഥാപാത്രമായത്. ഇത് ആദ്യം ഇങ്ങനെ ഒരു സാധനം കൊണ്ട് അയാൾ വന്നപ്പോൾ ഒരു ചിലപ്പോൾ ശ്വേതാമേനോന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ വരും ഇങ്ങനെ ഉണ്ടാവുന്നുള്ള രീതി. വേറെ കാര്യമുണ്ട്, ഇയാൾ കൊടുത്ത പരാതിയിൽ മറ്റേ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങൾ ഈ പരതാറി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവന്റെ കഴപ്പ് മൂത്തിട്ട് ഇവൻ ഒരു നേരം തോന്നിയ ഒരു സാധനത്തിന് മുകളിൽ ഇവൻ കൊണ്ടുപോയി കൊടുത്ത സംഗതി. ഞാൻ പറയുമ്പോൾ ഇവിടുത്തെ ന്യൂസുകാരടക്കം ഇത് തിരുത്തി കൊടുത്ത നാളെ എന്ത് ചെയ്യണം, ഈ ഉണ്ടാക്കിയതിലെ സാധനം ഇടണം. കാരണം ആ ഒരൊറ്റ നേരം കൊണ്ട് ശ്വേതാ മേനോൻ പരാതി എന്ന് പറഞ്ഞിട്ട് നിങ്ങളിട്ട പോസ്റ്റിന്റെ അടിയിലൊക്കെ ശ്വേതാ മേനോനെ എത്രത്തോളം ഷേമിങ് വന്നിട്ടുണ്ട് അറിയാം, എത്രത്തോളം ആളുകൾ അവരെ മോശക്കാരിയാക്കി കാണിച്ചിട്ടുണ്ടെന്ന് അറിയാം. അല്ല ഈ ഇടിക്കുട്ടിന്റെ അതേ മൈൻഡിലുള്ള ഇഷ്ടംപോലെ ആളുകൾ ഇഷ്ടംപോലെ. അത് ലെഫ്റ്റ് റൈറ്റ് നോക്കില്ല. പിന്നെ ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ സംസാരിക്കുമ്പോഴും ഇങ്ങനത്തെ ടോക്സ് എന്റർടൈൻ ചെയ്യും. മോനെ കുട്ട അവർ ഫണ്ണായിട്ടാണ് അവർ ചെയ്യുന്നത്, അല്ലാതെ അവരെവിടെ എന്ത് ചെയ്യുന്നില്ല. ഒരു ഞാൻ കണ്ടിട്ടില്ലേ ശ്വേതാ മേനോൻ അങ്ങനെ ഇപ്പൊ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നല്ലാതെ പുറത്തിറങ്ങിയിട്ടില്ലേ. അല്ല സിനിമയിലെ ക്യാരക്ടർ വെച്ചിട്ട് നോക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊന്നും പുണ്യാളന്മാരായിട്ടല്ല. ഞാനാണ് ഇപ്പൊ ലാലേട്ടനെതിരെയൊക്കെ കേസ് കൊടുക്കേണ്ട ഒരു ആൾക്കാർ, മംഗലശ്ശേരി നീലകണ്ഠനല്ലേ, അപ്പൊ ഇയാളെ തല്ലിണ്ട്. പോട്ടെ, ഈ മല ചെങ്ങാതി ഇവൻ പണ്ടത്തെ സീരിയല് രാമായണം മഹാഭാരതം കണ്ടിട്ട് സീത അല്പ വസ്ത്രധാരിയാണ്, പാർവതി വസ്ത്രം ധരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ കൊണ്ടുപോയിട്ട് അവർക്കെതിരെ കേസ് കൊടുത്താണ് ഇങ്ങനത്തെ മക്കള്. അങ്ങനെയൊക്കെ ചെയ്യൂടാ ഇവരൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, ഇവനൊന്നും ഒരു അന്തവും ബോധവും ഇല്ല. ഇങ്ങനെ ബോധവും വിവരവും പൊക്കണവും കെട്ടവന്മാര് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഒരു സ്ത്രീക്കെതിരെ കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് വായിച്ചു നോക്കിയിട്ട് ഇതിന്റെ കഴമ്പ് എന്താന്ന് നോക്കിയിട്ട് വേണം പോലീസുകാർ കേസ് എടുക്കാൻ FIR ഇടാനും. ഞാൻ ആദ്യം പോലീസുകാരെയും പറയും, എന്തൊലക്കെ അവർ കാണും. ഞാൻ പോലീസുകാരെയും പറയില്ല, ഞാൻ പറയില്ല ഇയാളെ വീട്ടുകാരെയാണ്. നിങ്ങൾ ഇങ്ങനത്തെ പ്രശ്നമുള്ള ആൾക്കാരെയൊക്കെ റോട്ടിലേക്ക് ഇറങ്ങി വിടാതെ കുറച്ചു കാലമൊക്കെ ഒന്ന് വല്ല ഹോസ്പിറ്റലിൽ എവിടെയും കൊണ്ടുവിടുക, അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ കൂട്ടിയിടാം. വീട്ടുകാർക്ക് സമാധാനം. വീട്ടില് ചിലപ്പോ ഈ ഇടിക്കുറ്റിയൊക്കെ കാട്ടിട്ടാവും ഇയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കിണ്ടാവും ചിലപ്പോ. വീട്ടില് രാവിലെ കഴിക്കുമ്പോ ചായക്ക് പേപ്പർ വയ്ക്കണോ മുമ്പ് ഇടിക്കുറ്റി തുറന്നു വെച്ചിട്ട് ഇന്നിപ്പോ എന്താ കഥ. വൈഫിനോട് ചായം കൊണ്ടുവരാൻ പറഞ്ഞിട്ടേ വൈഫ് ഹോട്ടായി ചായം കൊണ്ടുവരണ്ടെന്നൊക്കെ പറയണ്ടാവും ചിലപ്പോ. സഹിക്കാൻ വയ്യാണ്ട് പുറത്തു വിട്ട പറ്റുമോ. രാവിലെ എണീച്ചിട്ട് എവിടെ മാർട്ടിനേട്ടൻ എവിടെ ബാത്റൂമിൽ ഇടിക്കുറ്റി വായിച്ചിരിക്കുന്നു. ഏട്ടൻ ഇപ്പൊ നോക്കിയാൽ ഇടിക്കുറ്റി വായിച്ചു ബാത്റൂമിലാന്ന് പറയും. എന്റെ മക്കളെ, ഞാൻ ഇങ്ങനത്തെ ഒരു ന്യൂസ് അടുത്ത കാലത്തൊന്നും കണ്ട് ചിരിച്ചിട്ടില്ല ഞാൻ സത്യത്തിൽ. അപാരയിട്ടടേ. എന്നാലും എന്താ നിനക്ക് തൊലിക്കെട്ടി നോക്കി നിങ്ങള്. എന്തോ വലിയൊരു സാധനം പുറത്തോട്ട പോലെയാണ് ഇരിക്കണത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോ അത് മറ്റേ യുദ്ധം നിരീക്ഷിക്കുന്ന നിരീക്ഷകരില്ല, യുദ്ധ നിരീക്ഷകർ അതുണ്ടല്ലോ ചിലതുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് വിട്ടുന്നുണ്ട് ബാക്കി നിങ്ങളെ കയ്യിൽ നിന്നൊക്കെയുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. നിരീക്ഷകനാണ്. അതെ, എന്താണ് നിരീക്ഷിക്കണമെന്നാണ് രസം. വാണനിരീക്ഷണം. അതെ, മനസ്സിലായില്ലേ? മനസ്സിലായി. നിരീക്ഷണമാണ്. എന്തായാലും ഇങ്ങനത്തെ ഒരു കേസും അതിനുള്ള അളിഞ്ഞു ഒരുത്തനും എന്നിട്ട് അതിനു വേണ്ടി സമയം കളയേണ്ട വല്ല കാര്യം ചാനലായിരിക്കും. നമ്മളും കളഞ്ഞു ഇവന് വേണ്ടി. ഞങ്ങളിത് ചെയ്യാൻ തന്നെ കാരണം എന്താ പറയുക, ഇവൻ ഇങ്ങനെ ഒരു കോമഡി പീസാണ്. ശ്വേതാ മേനോനെതിരെ വന്ന കേസ് ഇതേമാതിരിയുള്ള മലത്തീട്ടങ്ങൾ ചെയ്തതാണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക അവർക്കെതിരെ അല്ലേ കമന്റുകളിലും പരിപാടികളും. ഈ ഒരു ന്യൂസ് കണ്ടാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവും സംഗതി എന്താന്നുള്ളത്. അറ്റ്ലീസ്റ്റ് നമ്മളിത് ഇടുന്നതും 10 ആള് കാണും. ഇത് ആരെങ്കിലും കാണുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ.